കേരളത്തിൽ ഒരു മാസം മുമ്പ് പ്രധാന മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത വന്നിരുന്നു. അതായത് പുതിയ മദ്യത്തിന് പേരിടാനുള്ള ഒരു മത്സരം. ബെവ്കോ പുതിയ മദ്യത്തിന് പേരിടുന്നവർക്ക് 10,000 രൂപ സമ്മാനം നൽകുമെന്നായിരുന്നു ആ വാർത്ത. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസും കാര്യങ്ങളെല്ലാം വന്നതോടുകൂടി ബെവ്കോ ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പുതിയ മദ്യത്തിന് പേരിടാനുള്ള മത്സരത്തിന് ഹൈക്കോടതിയുടെ ഷോക്കാണ് ഇപ്പോൾ ബെവ്കോയ്ക്ക് ഏറ്റിരിക്കുന്നത്. നടപടികളെല്ലാം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡിക്ക് പേരും ലോഗോയും കണ്ടെത്താൻ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ മത്സരമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം വളരെ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടികൾ അടക്കമുള്ളവർ, സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മദ്യത്തിന് അടിമകളായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. നേരത്തെ പോലെയല്ല, ബാറുകൾ കൂണുപോലെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം മുളച്ചു പൊന്തുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഇരുന്ന സമയത്ത് സംസ്ഥാനത്തെ ബാറുകളെല്ലാം അടച്ചുപൂട്ടി വിപ്ലവകരമായ ഒരു തീരുമാനം നടപ്പിലാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ, അവർ പറഞ്ഞത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം മദ്യവർജനമാണ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് കേരളം കണ്ടത് മുക്കിന് ബാറുകൾ കൂണുപോലെ മുളച്ചു പൊന്തുന്ന കാഴ്ചയാണ്. ഈ ബാറുകൾ കൂണുപോലെ മുളച്ചു പൊന്തുമ്പോൾ കാര്യമായ ഒരിടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയില്ല എന്ന് മാത്രമല്ല, ബാർ മുതലാളിമാർക്ക് ഓശാന പാടുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ ഉണ്ടായത്. വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച മദ്യത്തിന് പേരും ലോഗോയും കണ്ടെത്താനുള്ള ഈ മത്സരം ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ബെവ്കോയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ മത്സരത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്നാണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ബെവ്കോ കോടതിയെ അറിയിച്ചത്. മദ്യത്തിന് പേരിടാൻ എൻട്രികൾ ക്ഷണിച്ച് 10,000 രൂപ സമ്മാനം പ്രഖ്യാപിച്ച പരസ്യം നൽകിയത് വലിയ വിവാദമായിരുന്നു. അന്ന് തന്നെ കേരളത്തിലെ മദ്യനിരോധന സമിതി പ്രവർത്തകരും കേരളത്തിലെ യുവജന സംഘടനയുടെ ചില നേതാക്കന്മാരും ഗാന്ധിയന്മാരായ ആളുകളും ചില സാംസ്കാരിക നായകരും, അടിവരയിട്ട് പറയുകയാണ്, ചില സാംസ്കാരിക നായകന്മാരും ഈ മത്സരത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബെവ്കോ വിവാദ പരസ്യത്തെ കൈയൊഴിഞ്ഞത്. മലബാർ ഡിസ്റ്റിലറീസിന്റെ നടപടിയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും നിലവിൽ മദ്യ ഉൽപാദനം തുടങ്ങാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു മത്സരത്തിന്റെ ആവശ്യം ഉദിക്കുന്നില്ലെന്നും ബെവ്കോ വ്യക്തമാക്കി. ഒരേ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയ്ക്കാണ് ബെവ്കോയുടെ ഈ നിലപാട് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ബെവ്കോ ഇത് വിവാദമാകുമെന്ന് കണ്ടാണോ പിന്മാറിയത്, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി ഭയന്നിട്ടാണോ ഇത്തരത്തിൽ ഒരു പിന്മാറ്റം എന്നത് നമുക്ക് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാതെ വീണ്ടും പുതിയ തരത്തിലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നത് വലിയ വിവാദം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ തുടങ്ങാനിരുന്ന ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ അനുമതിക്ക് എക്സൈസ് വകുപ്പ് മന്ത്രിയായ MB രാജേഷ് അടക്കമുള്ളവർ ഇടപെട്ടു എന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടമായി. എലപ്പുള്ളി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായത് മദ്യ കമ്പനികൾ വൻതോതിൽ പണമിറക്കിയത് കൊണ്ടാണെന്ന് കോൺഗ്രസ് നേതൃത്വം എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ഭരണസമിതിയെ മാറ്റി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അവിടെ മദ്യ കമ്പനി, ഡിസ്റ്റിലറി തുടങ്ങാനുള്ള അനുമതി ലഭിക്കും എന്ന ഉറപ്പ് നേരത്തെ മദ്യ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. അതെന്തായാലും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, അബ്കാരി നിയമപ്രകാരം മദ്യത്തിന്റെ പരസ്യം നൽകുന്നതിനോ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കോ നിലവിൽ കർശനമായ വിലക്കുണ്ട്. നമ്മൾക്ക് അത്തരത്തിലുള്ള പരസ്യം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കാരണം 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം പരസ്യം കണ്ട് അതിൽ ആകർഷകരായി മദ്യം ഉപയോഗിക്കുന്ന ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പരസ്യങ്ങൾക്കെല്ലാം കർശനമായ വിലക്ക് രാജ്യത്ത് ഏർപ്പെടുത്തിയത്. ഈ നിയമവശം ചൂണ്ടിക്കാണിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. അതായത് 18 വയസ്സിനടക്കം താഴെയുള്ള 21 വയസ്സിന് താഴെയുള്ള ആളുകൾ
ഈ മദ്യത്തിന്റെ പരസ്യം കണ്ട് അതിനോട് ആകർഷണം തോന്നി മദ്യം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി, പൊതുതാൽപര്യ ഹർജിയുമായി ഹർജിക്കാരൻ കോടതിയിലെത്തിയത്. ഈ ലഹരി വർജനത്തിനായി കോടികൾ ചെലവിട്ട് വിമുക്തി പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ തന്നെ മദ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാർ ആകുന്നത്, അല്ലെങ്കിൽ ആ ബ്രാൻഡ് അംബാസഡർമാരായി അതിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കുന്നത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഈ മദ്യത്തിന്റെ പരസ്യത്തിൽ അല്ലെങ്കിൽ മദ്യത്തിന്റെ ബ്രാൻഡിങ്ങിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ മത്സരം സംഘടിപ്പിച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മദ്യത്തിനെതിരെയെല്ലാം മയക്കുമരുന്നിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തുന്ന കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച സർക്കാർ സംവിധാനങ്ങൾ തന്നെ പ്രചരണം നടത്തുന്ന ഒരു വിഷയത്തിലാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ ബ്രാൻഡിങ് നടത്തി അല്ലെങ്കിൽ മദ്യത്തിന് അമിതമായ പ്രോത്സാഹനം നൽകുന്നത്. ഇതിനെതിരെയാണ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി പോകുന്നത്. തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് നിർമ്മിക്കുന്ന ജവാൻ റമ്മിന്റെ വിപണി സാധ്യതകൾ കണക്കിലെടുത്താണ് കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള ബ്രാൻഡി വിപണിയിൽ ഇറക്കാൻ സർക്കാർ നീക്കം നടത്തിയത്. പാലക്കാട് ചിറ്റൂരിലുള്ള പഴയ സഹകരണ പഞ്ചസാര മിൽ നവീകരിച്ചാണ് മലബാർ ഡിസ്റ്റിലറീസായി മാറ്റിയത്. എന്നാൽ വിപണനത്തിന് സ്വീകരിച്ച തെറ്റായ മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി സർക്കാർ എന്താ മറുപടി പറയുമെന്നതാണ്, പൊതുജനത്തോട് എന്ത് മറുപടി പറയുമെന്നതാണ് കണ്ടറിയാനുള്ളത്. കേരളത്തിലെ മണ്ണിനെ അല്ലെങ്കിൽ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനും യുവാക്കളെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകുന്നതിലേക്ക് നയിച്ച സർക്കാർ തീരുമാനത്തിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.